അനധികൃത ആയുർവേദ സ്പാകൾ നിയന്ത്രിക്കണമെന്ന് ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ പാലക്കാട് ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. ഗസാലയിൽ നടന്ന സമ്മേളനം നഗരസഭാ ചെയർമാൻ പി സ്മിതേഷ് ഉദ്ഘാടനം ചെയ്തു. നിലവിൽ സംസ്ഥാന സർക്കാരിന്റെ പോളിസി വെച്ചുകൊണ്ട് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നുള്ള കൺസെപ്റ്റിൽ യഥേഷ്ടം ലൈസൻസ് കൊടുക്കാനുള്ള വ്യവസ്ഥകൾ മാത്രമാണ് അതിനകത്തുള്ളത്. ഒരു ലൈസൻസ് അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ അത് വെരിഫിക്കേഷൻ കഴിഞ്ഞ് അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പരിശോധിച്ച് റിപ്പോർട്ട് ചെയ്യുവാനുള്ള സാവകാശം പോലും അതിനകത്തില്ല. ഒരു മാസത്തിനകത്ത് അതിൻ്റെ പ്രോസസ്സിംഗ് ചെയ്തില്ലെങ്കിൽ ഡീംഡ് ലൈസൻസ് കിട്ടുന്ന സ്ഥിതിവിശേഷമാണ് ഇന്ന് നിലവിൽ നമ്മുടെ ലൈസൻസ് സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് നൽകുന്ന സമയത്തെ അവസ്ഥയുള്ളത്. മാത്രമല്ല, സാധാരണഗതിയിൽ ഒരു ലൈസൻസ് അനുവദിക്കപ്പെടുന്നത് ഒരു വർഷത്തേക്കാണ്. ആ ഒരു വർഷത്തിനിടയ്ക്ക് നമുക്ക് നിരവധി തവണ ഇൻസ്പെക്ടർ ചെയ്യാൻ വേണ്ടി സാധിക്കും. മാത്രമല്ല, എന്തെങ്കിലും അതിനകത്ത് പോരായ്മ ഉണ്ടെങ്കിൽ അടുത്ത വർഷം ലൈസൻസ് പുതുക്കുന്ന സമയത്ത് നമുക്ക് നിയന്ത്രിക്കാൻ വേണ്ടി സാധിക്കും. പക്ഷെ നിലവിൽ ലൈസൻസ് അപേക്ഷിക്കുന്ന ആളുകൾക്ക് 5 വർഷത്തേക്ക് ലൈസൻസ് ഒറ്റയടിക്ക് എടുക്കാനുള്ള പ്രൊവിഷനും കൂടെ നമ്മുടെ ഇതിനകത്തുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ലൈസൻസ് ഒരു സ്ഥാപനം ഏൺ ചെയ്യുമ്പോൾ മുഴുവൻ അടിസ്ഥാന സൗകര്യങ്ങളും സജ്ജീകരിച്ച ശേഷം ലൈസൻസ് വാങ്ങുകയും പിന്നീട് അതിൻ്റെ ഗതിവിഗതികൾ മാറിക്കൊണ്ട് പോകുന്ന സമയത്ത് ആ ലൈസൻസ് നിയന്ത്രിക്കാനുള്ള അധികാരം പോലും നഗരസഭകൾ ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യ ബോധമുള്ള വിഷയങ്ങൾ എന്നുള്ളതാണ്. ഇത്തരം ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന കൺസെപ്റ്റ് ബിസിനസ്സിലെ വളർച്ച മാത്രം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പോരായ്മകൾ തദ്ദേശ സ്ഥാപനങ്ങൾ അനുഭവപ്പെടുന്നുണ്ട്. രണ്ടാമത് പറഞ്ഞത് നമ്മുടെ സ്പാകളുടെ നിയന്ത്രണം, അതെല്ലാം ഇതുമായിട്ട് കണക്റ്റഡാണ്. അത്തരത്തിൽ ഒട്ടേറെ പ്രതിസന്ധികൾ നഗരസഭകൾക്കുണ്ട്. അധികാര പരിധികൾക്കുള്ളിൽ നിന്ന് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കാൻ ശ്രമിക്കുമെന്ന് ചെയർമാൻ പറഞ്ഞു. ജില്ലാ ട്രഷറർ ഡോക്ടർ ടോണി തോമസ്, ഡോക്ടർ കെ നാരായണൻകുട്ടി, ജില്ലാ സെക്രട്ടറി ഡോക്ടർ ബാസിം, ഡോക്ടർ അഭിജിത് മോഹൻ, ഡോക്ടർ രാകേഷ് ചീരൻ, ഡോക്ടർ ആര്യ അനിൽ എന്നിവർ പ്രസംഗിച്ചു. UTV ന്യൂസ്, പാലക്കാട്.